നല്ല മഴ പുറത്ത് പെയ്യുവാണെങ്കിൽ ചായ ഒന്നും കുടിക്കാതെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചാലോ? കിട്ടുവാണ്, സൂപ്പർ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പി. അതുകൊണ്ട് നമുക്ക് ഒട്ടും താമസിക്കേണ്ട റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ഓൾ എന്ന ഓപ്ഷൻ, സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ബട്ടൺ ഉണ്ട്. അത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഹോട്ട് ചോക്ലേറ്റ്. സാധാരണ ഞാൻ കുടിച്ചിരിക്കുന്നത് നല്ല കട്ടിയായിട്ട് തിക്കായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ആണ്. പക്ഷേ അത് പെട്ടെന്ന് നമുക്കിങ്ങനെ മട്ടി പോകുന്ന പോലെ തോന്നും. അപ്പോൾ കുറച്ച് തിക്നെസ് കുറഞ്ഞ ഹോട്ട് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാര ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കോ പൗഡർ എടുക്കാം. 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കൊക്കോ പൗഡറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു 3-4 ഗ്ലാസ് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 1 സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ 50 ഗ്രാം കൊക്കോ പൗഡർ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പാലാണ് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. പാല് ഞാനിവിടെ ഒരു 4 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാലിൽ കുറച്ചെടുത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് പൗഡറിലേക്ക്, കൊക്കോ പൗഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ ആ കൊക്കോ പൗഡർ നല്ലതുപോലെ അലിഞ്ഞ് കിട്ടണം. ഇളക്കിയെടുക്കാം കേട്ടോ. കൊക്കോ പൗഡർ കട്ട കെട്ടാതെ നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. പാലും കൊക്കോ പൗഡറും മിക്സായി വന്നിട്ടുണ്ട്. ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ അല്ലാതെ നല്ലൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള പാല് നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാര നമ്മൾ ആദ്യം പൊടിച്ചു വെച്ചില്ലേ, ആ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കൊക്കോ പൗഡറിന് കുറച്ച് കയ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മധുരം വേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. ചെറുതായി ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഈ പാലിലേക്ക് തന്നെ നമുക്ക് വാനില കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില ചേർക്കുന്നത്. വാനില ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വാനില ഞാനിവിടെ ഒരു 1/4 സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു തിളച്ച് പൊങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാകം, അതാണ് കറക്റ്റായിട്ടുള്ള പാകം. ആ ഒരു പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് പാല്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ ബാറ്റർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇങ്ങനെ കട്ടയൊന്നും ആവില്ല, അത് അത്രയും ലൂസ് ആയതുകൊണ്ട് കട്ടയാവില്ല. പക്ഷെ എന്നാൽ പോലും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ചോക്ലേറ്റും പാലും കൂടെ നല്ലതുപോലെ മിക്സ് ആവട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹോട്ട് ചോക്ലേറ്റ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റെസിപ്പി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലാണ്, കുറേ ടൈം എടുക്കും എന്നൊക്കെ തോന്നും. പക്ഷെ എന്നാലും സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. പാല് കുടിക്കില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ല കേട്ടോ, ഹെൽത്തിന് നല്ലതല്ല. വല്ലപ്പോഴും ഒക്കെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. മധുരം നിങ്ങൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. മധുരം ഞാൻ ആദ്യം 1 കപ്പ് മധുരം ചേർത്ത് കൊടുത്തെങ്കിലും ചോക്ലേറ്റിൻ്റെ ഓരോ വാങ്ങുന്ന പൊടിയുടെ അനുസരിച്ച് ചോക്ലേറ്റിന് കയ്പിലും എല്ലാം വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് നമുക്കിത് ഓരോ ഗ്ലാസ്സുകളിലേക്ക് പകരാം. ഇതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ പൗഡർ 1 സ്പൂൺ ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ, അതുകൂടി നമുക്കിതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞു നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട.
റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയാവാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പിയുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നല്ല കിടുവായിട്ടുള്ള കൊതിയൂറും ഹോട്ട് ചോക്ലേറ്റ് റെഡിയായി കഴിഞ്ഞു. എന്നാൽ പിന്നെ കഴിക്കാമല്ലേ. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ജ്വൽ ബേബീസ് വേൾഡ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ചോക്ലേറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.